ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് സാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2020 വരെയാണ് കയറുന്നത്. അതിൻ്റെ റാങ്ക് 3075. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ടെക്നിക്സ് ആ ചാപ്റ്ററിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്തു വരികയായിരുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ 7ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു തീർത്തു. 8.8ലേക്ക് കയറാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡന്റിഫൈ ദി ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ് ഇൻ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ആണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് കോമ്പൗണ്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ബെൻസീൻ റിംഗിലേക്ക് 3 ഗ്രൂപ്പ്സ് അറ്റാച്ച് ഉണ്ട്. ഇതൊക്കെ ഒരു CHO ഗ്രൂപ്പ്, ഒരു OCH3 ഗ്രൂപ്പ്, ഒരു OH ഗ്രൂപ്പ്. അത് മൂന്നെണ്ണമാണ് ഇവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഏതൊക്കെ? ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു മെത്തോക്സി ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട്. ഇത് മൂന്നെണ്ണമാണ് അവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കുകയാണ്. ബെൻസീൻ റിംഗിലേക്ക് ഒരു NH2 ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രൈമറി അമീൻ ഗ്രൂപ്പ് ഉണ്ട് അവിടെ. പിന്നെ ഒരു എസ്റ്റർ ലിങ്കേജ് ഇവിടെ കാണാൻ പറ്റും. അല്ലേ, എസ്റ്റർ ലിങ്കേജ് ഉണ്ട് അവിടെ. പിന്നെ ഒരു ടെർഷറി അമീൻ ഗ്രൂപ്പ് ഉണ്ട്. നൈട്രജന് 3 കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഒരു ടെർഷറി അമീൻ ഗ്രൂപ്പ് അവിടെ നോക്കാം. അപ്പൊ അത് മൂന്നെണ്ണമാണ് അവിടുത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ടുള്ളത്. പിന്നെ തേർഡ് കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു NO2 ഗ്രൂപ്പ് അല്ലെങ്കിൽ നൈട്രോ ഗ്രൂപ്പ് അവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ടുണ്ട്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടും ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഓരോ കോമ്പൗണ്ട്സിന്റെയും ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് which of the two NO2 CH2 CH2O minus or CH3 CH2O minus is expected to be more stable and why? ഈ രണ്ട് തന്നേക്കുന്ന കോമ്പൗണ്ടിൽ ഏതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം NO2 എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ് അല്ലേ. ഓക്കെ, പിന്നെ മിഥൈൽ ഈഥൈൽ ഗ്രൂപ്പുകളെല്ലാം എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മുടെ ഓക്സിജൻ ആറ്റത്തിൽ മൈനസ് ചാർജ് നിൽപ്പുണ്ട്. രണ്ട് കോമ്പൗണ്ടിൽ മൈനസ് ചാർജ് നിൽപ്പുണ്ട്. ഈ മൈനസ് ചാർജ് നിൽക്കുന്നതുകൊണ്ട് എന്താണ്? ഈ രണ്ട് കോമ്പൗണ്ട് അൺസ്റ്റേബിൾ ആണ്. ഈ ഓക്സിജനുള്ള മൈനസ് ചാർജിന് ആര് ഏറ്റവും കൂടുതൽ കുറയ്ക്കുന്നു അവരായിരിക്കും കൂടുതൽ സ്റ്റേബിൾ ആവുക. അപ്പൊ നോക്കാം, നമ്മുടെ NO2 ഗ്രൂപ്പിൽ NO2 ഗ്രൂപ്പ് ഫസ്റ്റ് കോമ്പൗണ്ട് ഉള്ളതുകൊണ്ട് എന്താണ്? അതായത് ഈ മൈനസ് ചാർജിന് മൈനസ് എഫക്റ്റ് തന്നെ കാണും അല്ലേ. മൈനസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഇവിടുത്തെ മൈനസ് ചാർജ് കുറവായിരിക്കും. പക്ഷേ ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പായ മീഥൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് എന്തായിരിക്കും ഇവിടെ ഈ മൈനസ് ചാർജ് ഇന്റൻസിറ്റി കൂടത്തേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കോമ്പൗണ്ട് ആയിരിക്കും സെക്കൻഡ് കോമ്പൗണ്ടിനേക്കാളും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഈ ഈഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്ലസ് ഐ എഫക്റ്റ് ഉള്ളതും NO2 എന്നുള്ളത് മൈനസ് ഐ എഫക്റ്റ് ഉള്ള ഗ്രൂപ്പുമാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് കോമ്പൗണ്ട് ആയിരിക്കും സെക്കൻഡ് കോമ്പൗണ്ടിനേക്കാളും കൂടുതൽ സ്റ്റേബിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ വൈ ആൽക്കൈൽ ഗ്രൂപ്പ് ആക്ട് ആസ് ആൻ ഇലക്ട്രോൺ ഡോണേഴ്സ് വെൻ അറ്റാച്ച്ഡ് ടു പൈ സിസ്റ്റം. അപ്പോൾ പൈ സിസ്റ്റത്തിലേക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഇലക്ട്രോൺ ഡോണർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഹൈപ്പർ കോൺജുഗേഷൻ അവിടെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള സിസ്റ്റത്തിൽ വരുമ്പോൾ തന്നെ ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ട്. അഥവാ ഈ ഡബിൾ ബോണ്ട് ആയിട്ട് നിൽക്കുന്ന കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. ഓക്കെ, അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? ഇത് വേറെ രീതി വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നു, ഈ ബോണ്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഇല്ല, ഇങ്ങനെ ബോണ്ട് ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ബോണ്ട് ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ഈ ഡബിൾ ബോണ്ട് കാർബണിലേക്ക് അറ്റാച്ച് ഇരിക്കുന്ന കാർബൺ എത്ര ഹൈഡ്രജൻ ഉണ്ടോ അതിനനുസരിച്ച് അത്രയും ഹൈപ്പർ കോൺജുഗേഷൻ വഴി അത്രയും സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. അപ്പൊ ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രക്ചേഴ്സ് എത്ര നമുക്ക് വരയ്ക്കാൻ പറ്റും അത്രയും റെസൊണൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഹൈപ്പർ കോൺജുഗേഷൻ വരുന്നതുകൊണ്ടാണ് അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. ഈ ബോണ്ട് ഇലക്ട്രോൺസ് അത് അങ്ങോട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അതിന്റെ പ്ലസ് എഫക്ട് വരുന്നത്. ഇതിന്റെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അതിന് വരുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെയുള്ള ഈ ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ് അതായത് അടുത്ത കാർബണിന്റെ empty ഓർബിറ്റിലേക്ക് ഷിഫ്റ്റ് ആയി. അങ്ങനെയാണ് ഈ ബോണ്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആവുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഡ്രോ ദി റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഫോർ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഷോ ദി ഇലക്ട്രോൺ ഷിഫ്റ്റ് യൂസിങ് കർവ്ഡ് ആരോ നൊട്ടേഷൻ. ഓരോ സ്ട്രക്ചറിൻ ഓരോ കോമ്പൗണ്ടിന്റെയും റെസൊണൻസ് കാണിക്കുകയാണ് പറയുന്നത്. അപ്പൊ ആദ്യം തന്നേക്കുന്നത് ഫീനോൾ ആണ്, C6H5OH. അതിന്റെ റെസൊണൻസ് എങ്ങനെ വരും? ആദ്യം നമുക്ക് ഫിനോൾ വരയ്ക്കാം.
ഇപ്പൊ നമ്മുടെ ഓക്സിജൻ നമ്മുടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരുന്നു. അപ്പൊ എന്താ പറ്റുന്നു, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു ഇലക്ട്രോൺസ്. ഇനി ഇവിടെ മൈനസ് ചാർജ് വന്നു. എന്നിട്ട് എന്ത് പറ്റുന്നു, ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നു. അപ്പൊ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നു. ഇവിടെ മൈനസ് ചാർജ് വരുന്നു. ഇവിടെ രണ്ടിടത്തും ബോണ്ട്. ഇവിടുത്തെ പ്ലസ് ചാർജ് ഉണ്ട്, ഇലക്ട്രോൺസ് പോയില്ല, അപ്പൊ ഇവിടെ പ്ലസ് ചാർജ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഇലക്ട്രോൺസ് വീണ്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നു. എന്ന് പറ്റുന്നു, ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നു. ഡബിൾ ബോണ്ട് തിരിച്ച് ആ ഇലക്ട്രോൺസ് തിരിച്ച് ഓക്സിജനിലേക്ക് പോകും. അപ്പൊ നമുക്ക് എന്ത് പറ്റും, ഓക്സിജൻ തിരിച്ച രണ്ട് ഇലക്ട്രോൺസ് തിരിച്ചിട്ട്. അപ്പൊ ഇതാണ് ഫിനോളിൽ നടക്കുന്ന റെസൊണൻസ്. ഇതാണ്. ഓക്കെ, അടുത്ത നമുക്ക് തന്നിരിക്കുന്നത് T6H5NO2 ആണ്. T6H5NO2 നമുക്ക് വരയ്ക്കാം. NO2 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഈ ഇലക്ട്രോൺസിനെ ഓക്സിജൻ വലിക്കുന്നു, ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരും. അപ്പൊ ഇലക്ട്രോൺസ് കിട്ടിയോണ്ട് ഓക്സിജന് മൈനസ് ചാർജ് കിട്ടുന്നു. ഇലക്ട്രോൺസും കൂടെ കാണിക്കാം. ഇവിടെ ഇലക്ട്രോൺസ് ഡെഫിഷ്യന്റ് ആയതുകൊണ്ട് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ആകും. പിന്നെ എങ്ങനെ ഇലക്ട്രോൺ ഷിഫ്റ്റ് ആകുന്നു, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് നടക്കുന്നു. ഇവിടുത്തെ മൈനസ് ചാർജ് അങ്ങ് പോകുന്നു, അവിടെ ബോണ്ട് വന്നു. ഇവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, അവിടെ പ്ലസ് ചാർജ്. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഇവിടെ പ്ലസ് ചാർജ് കിട്ടും, ഇവിടെ ബോണ്ട് വരും. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്ന റിസൾട്ട്. ഈ ഡബിൾ ബോണ്ട് കാണിക്കാൻ മറന്നുപോയി. അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും നടക്കുക, അടുത്ത സ്റ്റെപ്പിൽ ഈ ഡബിൾ ബോണ്ട് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നു. അപ്പൊ തിരിച്ച് ഇലക്ട്രോൺസ് തിരിച്ച് നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത കോമ്പൗണ്ട് ഏതാ തന്നേക്കുന്നത് നോക്കും. നമുക്ക് തന്നേക്കുന്നത് CH3CH ഡബിൾ ബോണ്ട് CH CH3CH ഡബിൾ ബോണ്ട് CH
CH നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, നോക്കാം CH ഗ്രൂപ്പിൽ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുമ്പോൾ ഈ ബോണ്ട് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. CH3 CH അവിടെ ആ കാർബണിന്റെ ബോണ്ട് ഇലക്ട്രോൺസ് അങ്ങോട്ട് പോയില്ലേ, അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. പിന്നെ CH ഡബിൾ ബോണ്ട് CH O മൈനസ്, ഈ ഓക്സിജന് മൈനസ് ചാർജ് കിട്ടുന്നു ബോണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ. ഇതാണ് ഇവിടെ നടക്കുന്ന റെസൊണൻസ്. നാലാമത്തെ കോമ്പൗണ്ട് നമുക്ക് തന്നേക്കുന്നത് C6H5CHO. ഇങ്ങോട്ട് വരുന്നു. ബേസിക്കലി നമ്മുടെ NO2 വരച്ച പോലെ തന്നെ വരിക. ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ് രണ്ടിൽ നടക്കുന്നത്. ഇവിടെ ഒരു ബോണ്ട് വരും, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അടുത്ത ഈ ബോണ്ട് ഇങ്ങോട്ട് വരുന്നു. ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ബാക്കിന്റെ അടുത്ത് ബോണ്ട് കാണും. ഇതാണ് ഇവിടെ നടക്കുന്ന റെസൊണൻസ്. അടുത്ത നമുക്ക് തന്നേക്കുന്ന കോമ്പൗണ്ട് C6H5CH2+. ഒരു കാർബോകാറ്റയൺ ആണ് തന്നേക്കുന്നത്. എന്തെന്നു ഇവിടെ ബോണ്ട് ഷിഫ്റ്റ് നടക്കുന്നു ഇങ്ങനെ. നമുക്ക് കാർബണിന്റെ പോസിറ്റീവ് ചാർജ് അങ്ങ് പോകും, പകരം ഇവിടെ പോസിറ്റീവ് ചാർജ് വരും അല്ലേ. എന്നിട്ട് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ CH2 ഡബിൾ ബോണ്ട്. എന്നിട്ട് ഈ ബോണ്ട് ഒന്നുകൂടെ ഷിഫ്റ്റ് ചെയ്താൽ വീണ്ടും നമ്മുടെ ആദ്യത്തെ സ്ട്രക്ചർ. ഓക്കെ, അടുത്ത നമുക്ക് തന്നേക്കുന്നത് CH3CH ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH ഇതാണ് നമുക്ക് തന്നേക്കുന്ന കാർബോകാറ്റയൺ ആണ്. ഓക്കെ, പിന്നെ റെസൊണൻസ് എങ്ങനെ വരിക? ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നു. ബോണ്ട് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുമ്പോൾ ഇപ്പൊ ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഒരു ഹൈപ്പർ കോൺജുഗേഷൻ അല്ല, റെസൊണൻസിൽ CH സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH. ഇപ്പൊ തൊട്ട് ഇവിടുത്തെ ഇലക്ട്രോൺസ് ആണ് പോയത്, ഈ കാർബണിന്റെ ഇലക്ട്രോൺസ് ആണ് പോയത്, അപ്പൊ അതിന് പോസിറ്റീവ് ചാർജ് വരും. ഇതാണ് ഇവിടെ നടക്കുന്ന റെസൊണൻസ്. അടുത്ത ക്വസ്റ്റ്യൻ തരും, വാട്ട് ആർ ഇലക്ട്രോഫൈൽസ് ആൻഡ് ന്യൂക്ലിയോഫൈൽസ്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. അപ്പൊ എന്താണ് ഇലക്ട്രോഫൈൽസ് ന്യൂക്ലിയോഫൈൽസ് എന്നാണ്. ഇലക്ട്രോഫൈൽസ് എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോഫൈൽസ് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഇലക്ട്രോഫൈൽസ് ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് അല്ലേ, അപ്പൊ അവിടെ ഇലക്ട്രോൺ ഉള്ള ആളെ തേടി പോകുന്ന ആൾ. ഓക്കെ, അപ്പൊ എന്താണ് ഇലക്ട്രോഫൈൽസ് ഇലക്ട്രോണെ തേടി പോകുന്നുണ്ട്, എന്തുകൊണ്ടാണ്? അവർക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഇലക്ട്രോഫൈൽസ് വിളിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഇലക്ട്രോഫൈൽസിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കാർബോകാറ്റയോൺ ഒക്കെ അല്ലേ. കാർബോകാറ്റയോൺ പോസിറ്റീവ് ചാർജ് ഉണ്ട്, അപ്പോൾ ഓൾറെഡി ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, അപ്പൊ അവർക്ക് ഇലക്ട്രോൺ ഉള്ള സ്ഥലത്തേക്ക് അവർ പോകുന്നു.
പിന്നെ കാർബണിൽ ഗ്രൂപ്പുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ. കാർബണിൽ ഗ്രൂപ്പുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? ഇലക്ട്രോഫൈൽസ്. അപ്പൊ അതേപോലെ ന്യൂക്ലിയോഫൈൽ ഇപ്പൊ എന്തായിരിക്കും? ഇലക്ട്രോൺ വാങ്ങാൻ വരുന്നവരാണ് എന്ത്? ഇലക്ട്രോഫൈൽസ്. ഇലക്ട്രോൺ കൊടുക്കുന്നവരായിരിക്കും എന്ത്? ന്യൂക്ലിയോഫൈൽസ്. അല്ലെങ്കിൽ ഇലക്ട്രോൺ കൊടുക്കണമെങ്കിൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഗ്രൂപ്പുകളായിരിക്കും അല്ലേ? അപ്പം ഇലക്ട്രോൺ ഉള്ള ഗ്രൂപ്പുകളായിരിക്കും ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പം ന്യൂക്ലിയോഫൈൽ എന്ന് ആക്കിയും തന്നെ എന്താണ്? ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ്. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ അതിനെ സീക്ക് ചെയ്ത് പോകുന്ന ആൾക്കാർ, അതാണ് ന്യൂക്ലിയോഫൈൽസ്. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ OH ഗ്രൂപ്പ് ഇല്ലേ, ഓക്സിജൻ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. CN ഗ്രൂപ്പ് എങ്കിൽ NC ഗ്രൂപ്പ്, നൈട്രജൻ ആണ് ലോൺ പെയർ ഉള്ളത്. പിന്നെ കാർബാനോൺസ് അതൊക്കെ എന്താണ്? ഇതൊക്കെ ന്യൂക്ലിയോഫൈൽസിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ വാട്ടർ മോളിക്യൂൾ, ഓക്സിജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അത് എക്സാമ്പിൾ ആണ്. പിന്നെ അമോണിയ, നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുന്ന മോളിക്യൂൾ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ റിയേജൻ ഷോൺ ബോൾഡ് ഇൻ വിച്ച് ദി ഫോളോയിങ് ഇക്വേഷൻസ് ആസ് ന്യൂക്ലിയോഫൈൽസ് ഓർ ഇലക്ട്രോഫൈൽസ്. ഈ ഓരോ റിയാക്ഷനിലും ന്യൂക്ലിയോഫൈലായിട്ടാണ് ഇലക്ട്രോഫൈലായിട്ടാണ് ആക്ട് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ നമ്മുടെ OH ഗ്രൂപ്പാണ് വന്ന് റിയേജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ റിയേജൻ നമുക്കറിയാം OH ഗ്രൂപ്പ് എന്താണ്? ഇലക്ട്രോൺ റിച്ച് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ റിച്ച് ഗ്രൂപ്പ് ആയതുകൊണ്ട് അത് എന്തായിരിക്കും? അതൊരു ന്യൂക്ലിയോഫൈലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ തന്നെ അടുത്ത ഗ്രൂപ്പിൽ CH3CO CH3 അതിന് അറ്റാക്ക് ചെയ്യുന്നത് CN ഗ്രൂപ്പാണ്. CN മൈനസ് ആണ്. CN മൈനസ് ആണ്, അത് എന്താണ്? ഇലക്ട്രോൺ റിച്ച് ഗ്രൂപ്പാണ്. അപ്പൊ അതും എന്തായിരിക്കും? അതും ഒരു ന്യൂക്ലിയോഫൈലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ ഗ്രൂപ്പിൽ നോക്കുക, C6H9 ബെൻസീനോ എന്ന് അറ്റാക്ക് ചെയ്യുന്ന ആരാണ്? CH3CO, കാർബൺ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ അതൊരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ ഗ്രൂപ്പ് ആണ് അല്ലേ? ഇലക്ട്രോൺ ഡെഫിഷ്യൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അത് ഇലക്ട്രോണിനെ തേടി പോകുന്ന ആളായിരിക്കും. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? അതൊരു ഇലക്ട്രോഫൈലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ക്ലാസിഫൈ ദി ഫോളോയിങ് റിയാക്ഷൻസ് ആസ് ഇൻ വൺ ഓഫ് ദി റിയാക്ഷൻ ടൈപ്പ് സ്റ്റഡീഡ് ഇൻ ദിസ് വൺ. ഇപ്പൊ ഈ ഓരോ റിയാക്ഷനും എന്ത് റിയാക്ഷൻ ആണ് പറയാനാണ് പറയുന്നത്. അപ്പൊ നോക്കാം, ഫസ്റ്റ് റിയാക്ഷനിൽ CH3CH2Br വന്ന് അറ്റാക്ക് ചെയ്യുന്നവരാണ്? HS മൈനസ് ആണ്. എന്നിട്ട് എന്ത്? Br മാറ്റി അവിടെ HS മൈനസ് കയറി. അപ്പൊ നോക്കാം, Br മാറ്റിയിട്ട് വേറൊരാൾ കയറി. ഇവിടെ ഒരു ന്യൂക്ലിയോഫൈലായിട്ടാണ് മൈനസ് ചാർജ് ഉണ്ട്. ഇപ്പൊ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്. ന്യൂക്ലിയോഫൈലായിട്ട് ഒന്ന് അറ്റാക്ക് ചെയ്തു, എന്നിട്ട് മാറ്റി. ഇതെന്താണ്? ഇതൊരു തരം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടന്നത് അല്ലേ? സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ നടന്നത്. ഇത് രണ്ടാമത്തെ റിയാക്ഷൻ നോക്കാം. CH3 ട്വൈസ് C ഡബിൾ ബോണ്ട് CH2. ഓക്കെ, അതിനകത്തേക്ക് HCl അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്കിംഗ് റിയേജന്റ് ആയിട്ട് HCl വരുന്നു. അപ്പൊ നമുക്ക് അവിടെ ഡബിൾ ബോണ്ട് മാറി എച്ചും Clഉം അതിനകത്തേക്ക് മാറി. അതിനകത്തേക്ക് ആ കോമ്പൗണ്ടിലേക്ക് കയറി, നമ്മുടെ സബ്സ്ട്രേറ്റിലോട്ട് കയറി. അപ്പൊ നമുക്ക് വെളിയിൽ നിന്നൊരു അറ്റാക്കർ റിയേജന്റിലേക്ക് ഇപ്പോൾ പുതിയ ഐറ്റംസ് അതിനകത്തേക്ക് ചേർക്കുകയാണ്, ആഡ് ചെയ്യാണ്, അഡീഷൻ നടക്കുകയാണ് അല്ലേ? അപ്പൊ അതൊരു അഡീഷൻ റിയാക്ഷൻ. ഇത് നോക്കുക, CH3CH2Br അത് OH ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. OH മൈനസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താണ്? അവിടെ Br പോകുന്നു, ഒരു H പോകുന്നു. എന്നിട്ട് എന്ത് പറ്റുന്നു? അവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാകുന്നു. വെച്ചാൽ ആ ഉണ്ടാകുന്ന സബ്സ്ട്രേറ്റിൽ നമുക്ക് ആറ്റംസിനെ നമ്മൾ കളയാണ്, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാണ്. അതൊരു എലിമിനേഷൻ റിയാക്ഷൻ. നാലാമത്തെ നോക്കുക, CH3 ത്രൈസ് C CH2OH അതിനെ HBr ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ അവിടെ ഡബിൾ ബോണ്ട് ഒന്നും എന്താണ് ഒന്നും വന്നിട്ടുമില്ല, ഒരു മോളിക്യൂൾ നഷ്ടപ്പെട്ടില്ല. സബ്സ്റ്റിറ്റ്യൂഷനും അഡീഷനും അല്ല എലിമിനേഷനും ഉറപ്പായി. ഓക്കെ. പിന്നെ OH ഗ്രൂപ്പിനെ മാറ്റി അല്ലേ? OH ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു, നമുക്ക് ഉണ്ടായിരുന്ന പ്രൊഡക്റ്റിൽ OH ഗ്രൂപ്പ് ഇല്ല. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മുടെ OH മാറ്റി ഇവിടെ നമ്മുടെ Br കയറി അല്ലേ? അപ്പൊ OH H കൂടെ ചേർന്ന് വാട്ടർ ആയിട്ട് പോയി. OH മാറ്റി Br അവിടെ കയറി. എന്നിട്ട് എന്താണ്? ഈ മോളിക്യൂളിന് റീഅറേഞ്ച്മെന്റ് നടന്നിട്ടുണ്ട് അല്ലേ? റീഅറേഞ്ച്മെന്റ് നടന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻ എസെൻസ് പറയുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടന്നത്, പക്ഷെ അതിന്റെ കൂടെ റീഅറേഞ്ച്മെന്റ് നടന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ ആ ക്വസ്റ്റ്യന് പറയാം. ഏത് റിയാക്ഷൻ ആണെന്ന് പറയാനായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു.
അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഓഫ് സ്ട്രക്ചേഴ്സ്? ആർ ദർ സ്ട്രക്ചറൽ ഓർ ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഓർ റെസണന്റ് കോൺട്രിബ്യൂട്ടേഴ്സ്? ഈ തന്നേക്കുന്ന ഒരു പെയർ ഓഫ് സ്ട്രക്ചേഴ്സ് തന്നേക്കുന്നത് ഒരു സ്ട്രക്ചറൽ ഐസോമർ ആണോ, ജോമെട്രിക്കൽ ഐസോമർ ആണോ, റെസണന്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ആണോ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ കാർബൺ ഉണ്ട് 1 2 3 4 5, രണ്ടിലും 5 കാർബൺ ഉണ്ട്. പക്ഷെ ആകെയുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ ഡബിൾ ബോണ്ടോ ഇല്ല, ഡബിൾ ബോണ്ടോ പൊസിഷനിലാണ് വ്യത്യാസം. ഫസ്റ്റ് കാർബണിൽ തേർഡ് പൊസിഷനിലായതുകൊണ്ട് സെക്കൻഡ് കാർബണിൽ സെക്കൻഡ് പൊസിഷനാണ് ഉള്ളത്. അപ്പൊ ജസ്റ്റ് പൊസിഷൻ വന്നേക്കുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പൊ ഇതെന്താണ്? ഇത് രണ്ട് പൊസിഷൻ ഐസോമേഴ്സ് ആണ്, അല്ലെങ്കിൽ പൊസിഷൻ ഐസോമേഴ്സ് ഇതിനകത്ത് വരുന്നതാണ്, സ്ട്രക്ചറൽ ഐസോമേഴ്സിൽ വരുന്നതാണ് അല്ലേ. ഇത് സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ് വരുന്നത്. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ ഹൈഡ്രജന് പകരം ഡ്യൂട്ടീരിയം വന്നിട്ടുണ്ട്. ഫസ്റ്റ് കോമ്പൗണ്ടിൽ ഡിയും ഡിയും ഓപ്പോസിറ്റ് പൊസിഷനാണ് വന്നേക്കുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഡിയും സെയിം സൈഡിലാണ് വന്നേക്കുന്നത്. അപ്പൊ ഇതെന്താണ്? സത്യത്തിൽ സിസ് ട്രാൻസ് ഐസോമേഴ്സ് ആണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ. ഇത് നമ്മുടെ സിസ് ഐസോമർ, ഇത് ട്രാൻസ് ഐസോമർ. അപ്പൊ സിസ് ട്രാൻസ് ഐസോമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആണ്, ജോമെട്രിക്കൽ ഐസോമേഴ്സിൽ വരുന്നതാണ്. മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഇവിടെ എന്താ നടന്നത്. സത്യത്തിൽ ഫസ്റ്റ് കോമ്പൗണ്ടിൽ നിന്ന് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് നടന്നു. അപ്പൊ കിട്ടുന്ന കോമ്പൗണ്ട് ആണ് ഈ സെക്കൻഡ് കോമ്പൗണ്ട്. സത്യത്തിൽ ഇവിടെ രണ്ട് റെസണൻസ് സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ റെസണൻസ് കോൺട്രിബ്യൂട്ടേഴ്സ് ആണ് ഈ രണ്ട് സ്ട്രക്ചർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. For the following bond cleavages, use curved arrows to show the electron flow and classify each as homolysis or heterolysis. Identify reactive intermediate product as free radical, carbocation and carbon. അപ്പൊ ഇവിടെ നടക്കുന്ന ബോണ്ട് ക്ലീവേജ് ഹോമോലിറ്റിക് ക്ലീവേജ് ആണോ ഹെറ്ററോലിറ്റിക് ക്ലീവേജ് ആണോ എന്ന് പറയാം. ബോണ്ട് ട്രാൻസ്പെറന്റ് ആരോ വെച്ച് കാണിക്കുക. പിന്നെ ഉണ്ടാകുന്ന ഇന്റർമീഡിയറ്റ് ഫ്രീ റാഡിക്കൽ ആണോ, കാർബോക്കേറ്റ് ആണോ, കാർബോ ആനയൻ ആണോ എന്ന് പറയാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നോക്കുക, ഇവിടെ ഫ്രീ റാഡിക്കൽസ് ആണ് ഉണ്ടായത്. ഇപ്പൊ CH3OO ഫ്രീ റാഡിക്കൽ ഉണ്ടാവും. ഫ്രീ റാഡിക്കൽ ഉണ്ടാവണമെങ്കിൽ എന്താണ് നമുക്കറിയാം? രണ്ടിനും ഹോമോലിറ്റിക് ക്ലീവേജ് ഉണ്ടാവണം അല്ലേ, അല്ലെങ്കിൽ ഹാഫ് ആരോ വെച്ച് നമ്മൾ കാണിക്കണം. അതിനാണ് ഹോമോലിറ്റിക് ക്ലീവേജ് അല്ലേ. ഹാഫ് ആരോ വെച്ച് കാണിക്കുമ്പോൾ രണ്ട് ഫ്രീ റാഡിക്കൽ ഉണ്ടായി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഫ്രീ റാഡിക്കൽ ആണ് ഇവിടുത്തെ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് നോക്കാം. നമുക്ക് CH3CO CH3 ഓക്കെ, അസറ്റോൺ ഉണ്ട്. അസറ്റോണിനെ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നവരാണ്. OH- ഒന്ന് അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അസറ്റോണിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. CH3 C ഡബിൾ ബോണ്ട് O CH3. CH3 ഇങ്ങനെ എഴുതാം. CH3 ഗ്രൂപ്പാണ് ഈ വരച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ ബോണ്ട് മൊത്തത്തിൽ CH2ലേക്ക് ഷിഫ്റ്റ് ആയി ഇല്ല. അപ്പൊ എന്താണ് ഷിഫ്റ്റ് ആവുന്നു. എന്നിട്ട് ഈ CH2-ന് മൈനസ് ചാർജും കിട്ടുന്നു. ഈ H+ ആയിട്ട് പുറത്ത് വരുന്നു. ഓക്കെ, ആ H+ എന്ത് ചെയ്യുന്നു? ആ H+ പോയി നമ്മുടെ OH- ആയിട്ട് ചേർന്ന് വാട്ടർ ആയിട്ട് മാറി. നമുക്ക് ഇവിടെ കാർബാനോൺ ഇന്റർമീഡിയറ്റ് ആയിട്ട് അവിടെ കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടായത് ഹെട്രോലിറ്റിക് ക്ലീവേജ് ആണ് ഇവിടെ നടന്നത്. അസിറ്റോണിൽ ഹെട്രോലിറ്റിക് ക്ലീവേജ് നടന്നു. ഇവിടെ ഉണ്ടായ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് കാർബാനോൺ ആണ്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്, കാർബാനോൺ. അടുത്ത നോക്കുക, ഇവിടെ എന്താണ് സംഭവിച്ചത്? Br- ആയിട്ട് പുറത്ത് വരുന്നു. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ബോണ്ട് മൊത്തത്തിൽ Br-ലേക്ക് വന്നു. ഡബിൾ ഹെഡഡ് ആരോസ് കാണിക്കുന്നു. അപ്പൊ അവിടെ കാർബണിന് കിട്ടുന്നു, പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ ഇവിടെ Br- വരുന്നു. ഹെട്രോലിറ്റിക് ക്ലീവേജ് ആണ് നടന്നത്. ഉണ്ടായ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് കാർബോക്കേറ്റ്. മൂന്നാമത്തെ നോക്കുക, ഇവിടെ ബെൻസീൻ റിംഗിലേക്ക് ഇലക്ട്രോഫൈൽ വന്ന് കയറി. ഇപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ ബോണ്ട് ഇങ്ങോട്ട് മൊത്തത്തിൽ ഷിഫ്റ്റ് ആയി അല്ലേ. മൊത്തത്തിൽ ഷിഫ്റ്റ് ആയി നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് കിട്ടിയ സാധനമാണ് മൈനസ് ചാർജ് ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടെ ഉണ്ടാവുന്ന അല്ലേ. ഈ മൈനസ് ചാർജിലേക്ക് ആരും ഇടുന്നു? നമ്മുടെ E+ അല്ലെങ്കിൽ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അത് അവിടെ കയറുന്നു. ഇവിടെ പോസിറ്റീവ് ചാർജ് റിമെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായ
ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് കാർബോകാറ്റൈൻ. അവിടെ നിൽക്കുന്നത് പെട്രോളിക് ക്ലീവേജ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. Explain the terms inductive and electromeric effects. Which electron displacement effect explains the following correct orders of acidity of the carboxylic acid? Okay, inductive effect, electromeric effect എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ തന്നേക്കുന്ന കാർബോക്സിലിക് ആസിഡിന്റെ സ്ട്രെങ്ത്തിന്റെ ഓർഡർ എങ്ങനെയാണ് ഉണ്ടായേക്കുന്നത് പറയാം. ഇപ്പൊ എന്താണ് ഇൻഡക്റ്റീവ് എഫക്ട്? ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പോ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പോ ഏതെങ്കിലും അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ സിഗ്മ ഇലക്ട്രോൺസിന്റെ അല്ലെങ്കിൽ സിഗ്മ ബോണ്ടായിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസിന്റെ ഷിഫ്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഇൻഡക്റ്റീവ് എഫക്ട് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണുള്ളെങ്കിൽ അതിനെ നമ്മൾ മൈനസ് എഫക്ട് എന്ന് വിളിക്കുന്നു. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണുള്ളതെങ്കിൽ പ്ലസ് എഫക്ട് ഉണ്ടാകും. അപ്പൊ എന്താണ് ഇൻഡക്റ്റീവ് എഫക്ട് എന്ന് പറയുന്നത്? ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കാരണം സിഗ്മ ഇലക്ട്രോൺസിന് ഷിഫ്റ്റ് നടക്കും. ആ എഫക്റ്റിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് എഫക്ട് എന്ന് വിളിക്കുന്നത്. അപ്പം മൈനസ് എഫക്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോഴാണ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ആരൊക്കെ? എഫ് മൈനസ് വരുന്നു, അല്ലെങ്കിൽ CH2 ഗ്രൂപ്പ് ആയിട്ടുള്ള നമ്മളെ NO2 ഗ്രൂപ്പ് വരുന്നു. അതൊക്കെ എന്താണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഫ്ലൂറിന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ആൽക്കൈൽ ചെയിൻ. ഈ ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇവിടെ ഇങ്ങോട്ട് ബോണ്ട് ഷിഫ്റ്റ് ഉണ്ടാകും. ഇലക്ട്രോൺസിന് ഫ്ലൂറിൻ അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ എന്താ അത് അക്രോസ് ഇങ്ങനെ ആ ഇലക്ട്രോണിന്റെ പുൾ എന്താണ് അക്രോസ് ദി ചെയിൻ എന്താണ് കുറഞ്ഞു വരും. ഓക്കെ, കുറഞ്ഞു വരും. അപ്പൊ എല്ലാ ബോണ്ടിൽ നിന്ന് ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. ഒരു 3 ബോണ്ടിനപ്പുറത്ത് എന്താണ് ഇൻഡക്റ്റീവ് എഫക്ട് കാണത്തില്ല. ഇനി എന്താണ് ഇലക്ട്രോമെറിക് എഫക്ട്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് നമ്മുടെ മീഥൈൽ ഗ്രൂപ്പ്, ഈഥൈൽ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് എന്താണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അല്ലേ? മീഥൈൽ ഗ്രൂപ്പ്, ഈഥൈൽ ഗ്രൂപ്പ് എല്ലാം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ്. അടുത്ത എന്താണ് ഇലക്ട്രോമെറിക് എഫക്ട്? ഇലക്ട്രോമെറിക് എഫക്ട് എന്ന് വെച്ചാൽ ഒരു അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസിൽ ഇതൊന്നും പൈ ഇലക്ട്രോൺസിന്റെ കംപ്ലീറ്റ് ഷിഫ്റ്റ് നടക്കുന്നു. ഈ കംപ്ലീറ്റ് ഷിഫ്റ്റ് നടന്നാൽ അതിന് നമ്മൾ ഇലക്ട്രോമെറിക് എഫക്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. നമുക്കൊരു റിയേജന്റ് ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഇലക്ട്രോൺസ് മൊത്തത്തിൽ ഒരാൾക്ക് കിട്ടുന്നു. 5 ഇലക്ട്രോൺസ് മൊത്തത്തിൽ ഒരാൾക്ക് കിട്ടും. അപ്പൊ ഇവിടെ മൈനസ് ചാർജ് വരുന്നു, ഇവിടെ പ്ലസ് ചാർജ് വരുന്നു. ഈ മൈനസ് ചാർജിലേക്ക് നമ്മുടെ അറ്റാക്കിംഗ് റിയേജന്റ് അറ്റാച്ച് ചെയ്യുന്നു. ഇലക്ട്രോമെറിക് എഫക്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇലക്ട്രോമെറിക് എഫക്ട് പ്ലസ് എഫക്ട് ആവാം, മൈനസ് എഫക്ട് ആവാം. ഓക്കെ, പ്ലസ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന റിയേജന്റിന് റിയേജന്റാണ് ഇലക്ട്രോൺസ് കിട്ടുന്നതെങ്കിൽ അതിന് പ്ലസ് എഫക്ട് എന്ന് വയ്ക്കുന്നു. റിയേജന്റ് വരുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇലക്ട്രോൺസ് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ മൈനസ് എഫക്ട് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതാണ് ഇൻഡക്റ്റീവ് എഫക്റ്റും ഇലക്ട്രോമെറിക് എഫക്റ്റും നമ്മൾ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഈ കാർബോക്സിലിക് ആസിഡ്സിന്റെ സ്ട്രെങ്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ നോക്കുക, ആസിഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? എത്ര പെട്ടെന്ന് ആസിഡ് നമ്മൾ H+ വിട്ട് കൊടുക്കും അല്ലേ? അപ്പൊ നോക്കാം, നമ്മൾ H+ വിട്ട് കൊടുത്താൽ പിന്നെ ഇവിടെ എന്താ സംഭവിക്കുക? അപ്പൊ ആലോചിക്കുക, നമുക്കൊരു COH ഗ്രൂപ്പ് ഉണ്ട്. COH ഗ്രൂപ്പ് ആ H+ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്നത് ഈ CO- അയോൺ ആണ് അല്ലേ? ഇപ്പൊ CO- അയോൺ എന്താണ്? അൺസ്റ്റേബിൾ ആയിട്ടുള്ള അയോൺ ആണ്. അപ്പൊ അതിനെ ഏറ്റവും കൂടുതൽ സ്റ്റേബിലൈസ് ചെയ്യുന്ന ആരായിരിക്കും? അതായിരിക്കും എന്ത്? സ്ട്രോങ്സ്റ്റ് ആസിഡ്. H+ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അയോണിനെ സ്റ്റേബിൾ ആയിട്ട് വെക്കാൻ പറ്റുന്ന ആളായിരിക്കും എന്ത്? ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ആസിഡ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ എന്താണ്? COH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബണിലും 3 Cl3 ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ടുള്ള Cl3 ഉണ്ട്. പിന്നെ രണ്ടാമത്തിൽ 2 Cl2 ഉണ്ട്, 2 Cl ഉണ്ട്, മൂന്നാമത്തിൽ ഒറ്റ Cl ഉണ്ട്. അപ്പൊ നമുക്ക് ആലോചിക്കാം, ഈ CO- ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്താണ്? ആസിഡിന്റെ സ്ട്രെങ്ത് കൂടും. കാരണം അതിന് ഈ മൈനസ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കൂടിയാൽ എന്താണ്? വിഡ്രോയിങ് ഗ്രൂപ്പ് കൂടിയാൽ അത്രയും സ്റ്റേബിൾ ആയിരിക്കും ആസിഡ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എക്സാമ്പിൾ
എന്താണ് CL3 അറ്റാച്ച് അല്ലെങ്കിൽ 3 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലേ? 3 ക്ലോറിൻ അറ്റാച്ച് ഉണ്ട്. രണ്ടാമത്തേല് 2 ഉള്ളൂ, മൂന്നാമത്തേല് ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ആസിഡിന്റെ സ്ട്രെങ്ത് കൂടും. അതാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ആസിഡ് സ്റ്റേബിൾ ആണെങ്കിൽ മൈനസ് എഫക്റ്റ് ഉള്ള ഗ്രൂപ്പുകൾ കൂടുന്നതനുസരിച്ച് അതിന്റെ സ്ട്രെങ്ത് കൂടും നമുക്ക് പറയാം. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആസിഡ് സ്ട്രെങ്ത് കൂടും എന്ന് പറഞ്ഞു. അപ്പൊ അതേസമയം എന്താണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്താണ് ഈ അയോൺ വീണ്ടും അൺസ്റ്റേബിൾ ആണ് അല്ലേ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആസിഡിന്റെ സ്ട്രെങ്ത് എന്താവും? കുറയത്തേ ഉള്ളൂ അല്ലേ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആസിഡ് സ്ട്രെങ്ത് കൂടും. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിൽ COH ഗ്രൂപ്പായിട്ട് അറ്റാച്ചിരിക്കുന്ന കാർബണിൽ എന്താണ്? ഒരു CH3 മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കേസിൽ 2 CH3, മൂന്നാമത്തെ കേസിൽ 3 CH3. അപ്പൊ CH3 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പൊ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് എന്താണ്? ആസിഡിന്റെ സ്ട്രെങ്ത് കുറയും. ഇവിടെ ഒറ്റ CH3 ഗ്രൂപ്പ് ഉള്ളതായിരിക്കും ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആസിഡ് ആയിട്ട്. ഓക്കെ, അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. ഗിവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ദി ഫോളോയിങ് ടെക്നിക്സ് ടേക്കിംഗ് ആൻ എക്സാമ്പിൾ ഇൻ ഈച്ച് കേസ്. അപ്പം ഓരോന്നിന്റെയും പ്രിൻസിപ്പിൾ പറയാനാണ് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് കേസിൽ ക്രിസ്റ്റലൈസേഷൻ അല്ലേ? ഇപ്പൊ ക്രിസ്റ്റലൈസേഷൻ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്? നമ്മുടെ വേണ്ട സബ്സ്റ്റൻസിന്റെ ഇമ്പ്യൂരിറ്റിയുടെയും സോലിബിലിറ്റിയുടെ ഡിഫറൻസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്രിസ്റ്റലൈസേഷനിൽ നമ്മൾ നമ്മുടെ മിക്സ്ചറിനെ നമ്മളൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കുന്നില്ലേ? ഹീറ്റ് ചെയ്ത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കുന്നു. എന്നിട്ട് നമ്മളത് കൂൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട സാധനം എന്താണ്? സോലിബിലിറ്റി കുറവുള്ളതായിരിക്കും. അപ്പൊ അത് ആദ്യം ക്രിസ്റ്റലൈസ് ചെയ്ത് വരും അല്ലേ? എന്നിട്ട് നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്ത് പുറത്തെടുക്കും. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, ഹീറ്റഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്. എന്നിട്ട് അത് കൂൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട സാധനം നമുക്ക് ക്രിസ്റ്റലൈസ് ചെയ്ത് പുറത്ത് കിട്ടും. എന്നിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്ത് പുറത്തെടുക്കും. അതാണ് ക്രിസ്റ്റലൈസേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കും നമുക്ക് വേണ്ട വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ് നോൺ വോളറ്റൈൽ കോണ്ടാമിനൻസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലേ? നമുക്ക് വേണ്ട സാധനം വോളറ്റൈൽ ആയിരിക്കും. അത് നോൺ വോളറ്റൈൽ കണ്ടാമിനൻസ് വെച്ച് കണ്ടാമിനൻസിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അവിടുത്തെ റിക്വയർമെന്റ് എന്താണ്? നമുക്ക് വേണ്ട കമ്പോണന്റ് ലിക്വിഡും കണ്ടാമിനൻസും തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റ് നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങൾ വേണം. അപ്പൊ ഏതെങ്കിലും ഒരു കമ്പോണന്റ് വോളറ്റൈൽ ആണെങ്കിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇനി ക്രൊമാറ്റോഗ്രഫി എന്താണ് ചെയ്യുന്നത്? ക്രൊമാറ്റോഗ്രഫിയിൽ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റേഷനറി ഫേസ്, മൊബൈൽ ഫേസ് അല്ലേ? സ്റ്റേഷനറി ഫേസിലൂടെ മൊബൈൽ ഫേസ് നമ്മൾ കടത്തി വിടുമ്പോൾ നമ്മുടെ മിക്സറിൽ നിന്ന് കമ്പോണൻസ് ആ മൊബൈൽ ഫേസ് ആയിട്ടുള്ള അഫിനിറ്റി വെച്ച് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അല്ലേ? അപ്പൊ അതാണ് ഇവിടെ ക്രൊമാറ്റോഗ്രഫിയിൽ നമുക്കൊരു സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും ഉണ്ട്. ഈ സ്റ്റേഷനറി ഫേസ് നമ്മൾ മിക്സർ ഇടും. സ്റ്റേഷനറി ഫേസ് നമ്മുടെ മിക്സറിനെ മൊബൈൽ ഫേസിലൂടെ കടത്തി വിടും. അപ്പൊ ഈ സ്റ്റേഷനറി ഫേസിലോട്ടുള്ള നമ്മുടെ മിക്സറിന്റെ അഫിനിറ്റി വെച്ച് അതിലൂടെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ആയി കിട്ടും. അതാണ് ക്രൊമാറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 19ാമത് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദി മെത്തേഡ് വിച്ച് ക്യാൻ ബി യൂസ് ടു സെപ്പറേറ്റ് ടു കോമ്പൗണ്ട്സ് വിത്ത് ഡിഫറെന്റ് സോലിബിലിറ്റീസ് ഇൻ എ സോൾവെന്റ് എസ്. ഇപ്പം വേറെ സോലിബിലിറ്റി ഉണ്ട്. ഓക്കെ, നമുക്ക് 2 കോമ്പൗണ്ട്സ് ഉണ്ട്. 2 കോമ്പൗണ്ട്സ് നമുക്ക് ഒരു സോൾവെന്റ് എസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ നമുക്കിത് ക്രിസ്റ്റലൈസേഷൻ വഴി നമുക്ക് സോൾവ് ചെയ്യാം. ഇപ്പൊ എങ്ങനെ വേറെ സോലിബിലിറ്റി ആണല്ലോ. ഇപ്പൊ വേറെ സോലിബിലിറ്റി ഉള്ള സമയത്ത് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? എന്താ വെച്ചാൽ നമ്മൾ ഈ മിക്സ്ചറിനെ നമ്മൾ സോൾവെന്റിൽ മിക്സ് ചെയ്ത് നമ്മൾ സാച്ചുറേറ്റ് ചെയ്യും. സാച്ചുറേറ്റ് ചെയ്തിട്ട് എന്ത് പറ്റും? സാച്ചുറേറ്റ് ചെയ്ത് നമ്മൾ അതിനെ പയ്യെ കൂൾ ചെയ്യുമ്പോൾ എന്താണ്? സോലിബിലിറ്റി കുറഞ്ഞ കമ്പോണന്റ് ആയിരിക്കും ആദ്യം നമുക്ക് ക്രിസ്റ്റലൈസ് ചെയ്ത് കിട്ടും അല്ലേ? അപ്പൊ ആ കൂൾ ഡൗൺ ചെയ്യുന്നതനുസരിച്ച് ക്രിസ്റ്റലൈസ് ചെയ്ത് കിട്ടുന്ന കമ്പോണന്റ് നമ്മൾ ആദ്യം സെപ്പറേറ്റ് ചെയ്തെടുക്കും. അങ്ങനെ ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യുന്നു. ക്രിസ്റ്റലൈസേഷൻ നമ്മളവിടെ ഉപയോഗിക്കും. അപ്പൊ 20ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ആൻഡ് സ്റ്റീം ഡിസ്റ്റിലേഷൻ? ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പൊ ഡിസ്റ്റിലേഷൻ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡിസ്റ്റിലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് എന്ന് വെച്ചാൽ ഇമ്പ്യൂരിറ്റീസ് നോൺ വോൾട്ടേജ് ആവണം. അപ്പൊ ആ കേസിലാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട കമ്പോണന്റും ഇമ്പ്യൂരിറ്റിയും തമ്മിൽ ബോയിലിംഗ് പോയിന്റ് അത്യാവശ്യം സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് വേണം. അപ്പം എന്താണ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട കമ്പോണന്റ് അതിൽ നിന്ന് ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ
നമുക്ക് എന്താണ് വോളറ്റൈൽ ആയിട്ട് വെളിയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. കണ്ടൻസ് ചെയ്ത് നമുക്ക് പിന്നെ എടുക്കാൻ പറ്റും. പിന്നെ ഡിസ്റ്റിലേഷൻ റെഡ്യൂസ് പ്രഷർ, അതെപ്പോഴാണ് ചെയ്യുന്നത്? ഒരുപാട് ഹീറ്റ് കൊടുത്താൽ ഡീകമ്പോസ് ആയി പോകുന്ന മെറ്റീരിയൽസ് ഉണ്ട്, അപ്പൊ അതിനെ നമുക്ക് ഡിസ്റ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഒരുപാട് ഹൈ ആയ ആൾക്കാരുണ്ട്, അവരുടെ സെപ്പറേഷൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഡിസ്റ്റിലേഷൻ ആൻഡ് റെഡ്യൂസ് പ്രഷർ. അപ്പൊ എന്താണ്, പ്രഷർ കുറയ്ക്കുന്ന അനുസരിച്ച് എന്താണ് ബോയിലിംഗ് പോയിന്റ് കുറയും. ബോയിലിംഗ് പോയിന്റ് കുറയുമ്പോൾ എന്താണ്, ഒരുപാട് ടെമ്പറേച്ചറിൽ ഡിസിൻറ്റഗ്രേറ്റ് ആയി പോകുന്ന സാധനങ്ങൾ ആ ടെമ്പറേച്ചർ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വോളറ്റൈൽ ആക്കിയിട്ട് കണ്ടൻസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്താണ്? സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്താണ് നമുക്ക് വേണ്ട കോമ്പോണൻസിന് 2-3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണ്. എന്ന് വെച്ചാൽ എന്താണ്, അത് ഒന്നാമത്തെ കാര്യം അത് വാട്ടർ ഇൻവിസിബിൾ ആയിരിക്കും. അല്ലെ, വാട്ടറുമായിട്ട് മിക്സ് ആവാൻ പാടില്ല. രണ്ടാമത് അത് സ്റ്റീം വോളറ്റൈൽ ആണ്. അപ്പൊ സ്റ്റീം വോളറ്റൈൽ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് നമ്മുടെ മിക്സറിൽ നമ്മൾ ചൂടാക്കുമ്പോൾ അത് സ്റ്റീമിന്റെ കൂടെ വെളിയിൽ വരും, പക്ഷെ സ്റ്റീമായിട്ട് മിക്സ് ആകില്ല, വാട്ടർ ഇൻവിസിബിൾ ആയതുകൊണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നു. അതാണ് സ്റ്റീം ഡിസ്റ്റിലേഷന്റെ പരിപാടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദി കെമിസ്ട്രി ഓഫ് ലസൈൻസ് ടെസ്റ്റ്. ഇപ്പൊ ലസൈൻസ് ടെസ്റ്റ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നൈട്രജൻ, സൾഫർ, ഹാലജൻ, ഫോസ്ഫറസ്, ഈ 4 സാധനങ്ങൾ ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലസൈൻസ് ടെസ്റ്റ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, ലസൈൻസ് ടെസ്റ്റിൽ നമ്മൾ സോഡിയം മെറ്റൽ വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കും, അല്ലേ? നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ സോഡിയം ആയിട്ട് ഹീറ്റ് ചെയ്തു സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കും. അപ്പൊ നൈട്രജൻ ഉണ്ടെങ്കിൽ NaCN ഉണ്ടാവും, നൈട്രജനും സൾഫറും ഉണ്ടെങ്കിൽ NaCN ഉണ്ടാവും, നൈട്രജനും സൾഫർ മാത്രം ഉണ്ടെങ്കിൽ Na2S ഉണ്ടാവും, ഹാലജൻസ് ആണെങ്കിൽ NaX ഉണ്ടാവും. ഇവിടെ നടത്തുന്ന നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കുന്ന എന്തിനാണ്? നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് കോവാലന്റ് ബോണ്ടഡ് ആണല്ലേ, അപ്പൊ അതിനെ നമ്മളൊരു അയോണിക് സാധനം ആക്കാൻ വേണ്ടിയാണ് നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അതാണ് ലസൈൻസ് ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. NaCN നമ്മൾ എന്ത് ചെയ്യുന്നു, NaCN നമ്മൾ FeSO4 ആയിട്ട് റേറ്റ് നമുക്ക് എന്താണ് അയൺ ഹെക്സാസയനോഫെറേറ്റ് കിട്ടും. അത് ആ അയൺ ഹെക്സാസയനോഫെറേറ്റ് എന്താണ് ഓക്സിഡൈസ് ആയ കുറച്ച് അയൺ ഫെറിക് അയോൺസ് ആയിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് ഫെറിക് ഫെറോസയനൈഡ് കിട്ടും, അല്ലേ? അത് പ്രഷ്യൻ ബ്ലൂ കളറാണ്. അതാണ് നൈട്രജൻ ഡിറ്റക്ഷൻ ഉപയോഗിക്കുന്നത്. സൾഫറിന്റെ കേസിൽ എന്താണ്, നമ്മൾ ഈ ഫ്യൂഷൻ എക്സ്ട്രാക്ട് നമ്മൾ ലെഡ് അസ്റ്റേറ്റ് വെച്ച് റിയാക്ട് ചെയ്യും. ലെഡ് അസ്റ്റേറ്റ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ലെഡ് സൾഫൈഡ് ഫോം ചെയ്യുന്നു. ലെഡ് അസ്റ്റേറ്റ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലെഡ് സൾഫൈഡിന്റെ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പൊ അത് നമുക്ക് സൾഫറിന്റെ പ്രസൻസ് തരുന്നു. പിന്നെ അതേപോലെ നമുക്ക് അവിടെ സോഡിയം നൈട്രോക്ലോസൈഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സൾഫറിന്. പിന്നെ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജനും സൾഫറും ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് അവിടെ പ്രഷ്യൻ ബ്ലൂ കളറല്ല നമുക്ക് നേരത്തെ കിട്ടുന്നത്. ഇതേ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അവിടെ ബ്ലഡ് റെഡ് കളറാണ് അവിടെ കിട്ടുന്നത്. പിന്നെ ഹാലജൻസിൽ നമ്മളവിടെ പറഞ്ഞു എന്താണ് അമോണിയം ഹൈഡ്രോക്സൈഡ് സോലിബിലിറ്റി ഒക്കെ വെച്ച് നമ്മളവിടെ പറഞ്ഞിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദി പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് ബൈ ഡൂമാസ് മെത്തേഡ് ആൻഡ് ജെൽഡാസ് മെത്തേഡ്. അപ്പൊ ഡൂമാസ് മെത്തേഡിൽ എന്താണ് നമ്മൾ ആദ്യം നൈട്രജനിലെ 2 പ്രഷറിലും ടെമ്പറേച്ചർ നമ്മൾ കമ്പയർ ചെയ്തിരുന്നു. നമ്മൾ നൈട്രജനെ കോപ്പർ ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുന്നു. ഇൻ അറ്റ്മോസ്ഫിയർ കാർബൺ ഡയോക്സൈഡ്. അപ്പൊ നമുക്ക് ഫ്രീ നൈട്രജൻ കിട്ടുന്നു. നമുക്ക് ഈ കണ്ടെയ്നറിൽ മേളിൽ ഫ്രീ നൈട്രജൻ കിട്ടുന്നു. അതിന്റെ വോളിയം കണ്ടുപിടിക്കുന്നു. വോളിയം കണ്ടുപിടിക്കുക നമ്മൾ എന്താണ്
ഇങ്ങനെയാണ് കമ്പയർ ചെയ്തത്. 22.4 ലിറ്റർ ഓഫ് നൈട്രജൻ ഗ്യാസ് ഉണ്ടെങ്കിൽ അതിനകത്ത് 28 ഗ്രാം ഓഫ് N2 ഗ്യാസ് കാണും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടായ എത്ര വോളിയം ഓഫ് നൈട്രജൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ വോളിയം വെച്ച് എത്ര ഗ്രാം ഓഫ് നൈട്രജൻ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ എന്താണ് ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് നമ്മൾ ഡൂമാസ് മെത്തേഡിൽ ചെയ്തത്. പക്ഷെ ജെൽഡാസ് മെത്തേഡിലാണെങ്കിൽ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട് H2SO4 റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ നമ്മൾ എണ്ണ വെച്ച് ഒരു ടൈട്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ബാക്കി നമ്മൾ അമോണിയ ആയിട്ട് വീണ്ടും ടൈട്രേറ്റ് ചെയ്യുന്നു. എത്ര അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്തു ആ വോളിയം നമ്മൾ കണ്ടുപിടിക്കുന്നു. എണ്ണ വെച്ച് എത്ര ചെയ്യുന്നു ആ വോളിയം കണ്ടുപിടിക്കുന്നു. അമോണിയ എത്ര റിയാക്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നു. അമോണിയ റിയാക്ട് ചെയ്ത വോളിയം ആണ് ഈ 2 × V - V1/2 എന്ന് പറയുന്ന വോളിയം. ആ വോളിയം നമ്മൾ ആദ്യം ഉപയോഗിച്ച സൾഫ്യൂരിക് ആസിഡ് മൊളാരിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര മോൾസ് ഓഫ് അമോണിയ ഇവിടെ ഉണ്ടായി നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അമോണിയ നമുക്കറിയാം 1 മോൾ അമോണിയയിൽ 14 ഗ്രാം നൈട്രജൻ ഉണ്ട് നമുക്കറിയാം. ഇവിടെ എന്താ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ മാസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാസ് ഓഫ് നൈട്രജൻ നമ്മൾ കിട്ടി. അതിന് നമ്മൾ ആദ്യത്തെ ഓർഗാനിക് കോമ്പൗണ്ട് മാസ് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് പെർസെന്റേജ് ഓഫ് നൈട്രജൻ കിട്ടും. അതാണ് ജെൽഡാസ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഡിസ്കസ് ദി പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻ, സൾഫർ ആൻഡ് ഫോസ്ഫറസ് പ്രസന്റ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്. എസ്റ്റിമേഷൻ ആയിട്ട് നമ്മൾ ഇതിനെല്ലാം ഉപയോഗിക്കുന്നതാണ് കാരിയസ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഹാലജൻസിനാണെങ്കിൽ ഹാലജൻസിന് എന്ത് ചെയ്യുന്നു, ഹീമിങ് നൈട്രിക് ആസിഡ് വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്ത് നിന്നിട്ട് നമ്മൾ സിൽവർ നൈട്രേറ്റ് ഇട്ട് കൊടുക്കുന്നു. നൈട്രേറ്റ് കൊടുത്താൽ നമുക്ക് ഹാലജൻസ് സിൽവർ ഹാലൈഡ് ആയിട്ട് കിട്ടുന്നു അല്ലേ. സിൽവർ ഹാലൈഡ് ആയിട്ട് കിട്ടിയിട്ട് എന്താണ് വെയിറ്റ് ഓഫ് എക്സ് ഹാലജൻ ബൈ വെയിറ്റ് ഓഫ് Ag(x) നമുക്ക് കിട്ടിയ Ag(x)ന്റെ മാസ് ഡിവൈഡഡ് ബൈ നമ്മൾ എടുത്ത ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് ഇൻറ്റു 100. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് കാരിയസ് മെത്തേഡ് വഴി ഹാലജന്റെ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. രണ്ടാമത് വരുന്നത് എസ്റ്റിമേഷൻ ഓഫ് സൾഫർ. സൾഫറിൽ എന്താണ് നമ്മൾ കാരിയസ് ട്യൂബിലാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താണ് നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ പെറോക്സൈഡ് നമ്മൾ ഉപയോഗിക്കും. സോഡിയം പെറോക്സൈഡ് നമ്മൾ ഉപയോഗിക്കും. അത് വെച്ച് നമ്മൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമ്മൾ സൾഫറിനെ എന്താക്കി മാറ്റുന്നു, സൾഫ്യൂരിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഈ സൾഫ്യൂരിക് ആസിഡിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ബേരിയം സൾഫേറ്റ് കിട്ടും അല്ലേ. നമ്മുടെ എസ്റ്റിമേഷൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് 32/233 അല്ലേ. ബേരിയം സൾഫേറ്റിന്റെ മാസ് 233 ഇൻറ്റു ഉണ്ടായ ബേരിയം സൾഫേറ്റിന്റെ മാസ് ഡിവൈഡഡ് ബൈ എടുത്ത ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് ഇൻറ്റു 100. ഇതാണ് സൾഫറിന്റെ എസ്റ്റിമേഷൻ അവിടെ വരുന്നത്. പിന്നെ എസ്റ്റിമേഷൻ ഓഫ് ഫോസ്ഫറസിന് നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ടായിരുന്നു അല്ലേ. അമോണിയം ഫോസ്ഫർ മോളിബ്ഡേറ്റ് ആയിട്ട് മാറ്റാം, അല്ലെങ്കിൽ Mg2P2O7 ആയിട്ട് നമുക്ക് മാറ്റാം. അതെങ്ങനെയാണ് അമോണിയം ഫോസ്ഫർ മോളിബ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം കോമ്പൗണ്ട് എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു, ഫോസ്ഫോറിക് ആസിഡ് വെച്ച് ട്രീറ്റ് എന്താണ് ഫോസ്ഫോറിക് ആസിഡ് ആക്കി നമ്മൾ മാറ്റും. ആ ഫോസ്ഫോറിക് ആസിഡിനെ നമ്മൾ അമോണിയം ഫോസ്ഫർ മോളിബ്ഡേറ്റ് വെച്ച് ആക്കി മാറ്റുന്നത് എങ്ങനെ, അമോണിയം മോളിബ്ഡേറ്റ് വെച്ച് റിയാക്ട് ചെയ്യുന്നു. അപ്പം ഫോസ്ഫോറിക് ആസിഡിനെ ആക്കി മാറ്റിയിട്ട് നമ്മൾ അതിനെ എന്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നു, അമോണിയം മോളിബ്ഡേറ്റ് വെച്ച് റിയാക്ട് ചെയ്യുന്നു. അമോണിയം മോളിബ്ഡേറ്റ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, അമോണിയം ഫോസ്ഫർ മോളിബ്ഡേറ്റ് കിട്ടും. അതാണ് അവിടെ ചെയ്യുന്നത്. ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ഫോസ്ഫറസിനെ എന്താക്കി മാറ്റാം, Mg2P2O7 ആയിട്ട് മാറ്റിയിട്ട് അതിൽ നിന്ന് നമുക്ക് ഫോസ്ഫറസിന്റെ എസ്റ്റിമേഷൻ നടത്താം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദി പ്രിൻസിപ്പിൾ ഓഫ് പേപ്പർ ക്രോമറ്റോഗ്രഫി. പേപ്പർ ക്രോമറ്റോഗ്രഫി നമ്മൾ പറഞ്ഞിരുന്നു. നമുക്കറിയാം നമുക്കൊരു പേപ്പർ ഉണ്ട്, അതിനകത്ത് ഈ പേപ്പറിനകത്ത് എന്താണ് വാട്ടർ ഉണ്ട്, അതാണ് സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മൾ പേപ്പറിന്റെ ലോവർ എൻഡിൽ നമ്മൾക്ക് വേണ്ട സാധനം നമ്മൾ വെക്കും. നമ്മൾ സോൾവെന്റിൽ ചെറുതായി ഡിപ്പ് ചെയ്ത് വെക്കും. ഈ സോൾവെന്റ് ആണ് എന്താണ് മൊബൈൽ ഫേസ് ആയിട്ട് മേലോട്ട് വരും. അപ്പൊ എന്താ മേലോട്ട് വരുന്ന അനുസരിച്ച് സ്റ്റേഷനറി ഫേസിലൂടെ മൂവ് ചെയ്യുമ്പോൾ കമ്പോണൻസ് സെപ്പറേറ്റ് ആയിട്ട് വരും. നല്ല ഹൈറ്റിൽ വരും. എന്നിട്ട് അത് വെച്ച് നമ്മൾ അതാണ് പേപ്പർ ക്രോമറ്റോഗ്രഫി. പേപ്പറിനകത്ത് ട്രാപ്ഡ് ആയിട്ട് നിൽക്കുന്ന വാട്ടർ ആണ് സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ താഴെ നമുക്ക് പേപ്പറിന്റെ ഒരു അറ്റത്ത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട സെപ്പറേറ്റ് ചെയ്യേണ്ട നമ്മളെ മിക്സറിനെ ചെറിയൊരു ഡ്രോപ്പ് നമ്മൾ ഇടുന്നു. എന്നിട്ട് ഒരു സോൾവെന്റ് നമ്മൾ ചെറുതായിട്ട് മുക്കി വെക്കുന്നു. ആ സോൾവെന്റ് ആണ് മൊബൈൽ ഫേസ് ആയിട്ട് പേപ്പറിലൂടെ മേലോട്ട് മൂവ് ചെയ്യുന്ന അനുസരിച്ച് എന്താണ് നമ്മുടെ കമ്പോണൻസ് സെപ്പറേറ്റ് ആയിട്ട് 25ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഇസ് നൈട്രിക് ആസിഡ്
added to sodium extract before adding silver nitrate for testing halogens. So halogens ടെസ്റ്റിംഗിന്റെ സമയത്ത് നമ്മൾ സോഡിയം എക്സ്ട്രാക്റ്റിലേക്ക് നൈട്രിക് ആസിഡ് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ എന്താണ് നൈട്രജനോ സൾഫറോ ഉണ്ടെങ്കിൽ അല്ലേ, നൈട്രജൻ സൾഫർ ഉണ്ടെങ്കിൽ ഈ നൈട്രിക് ആസിഡ് ഇടുന്നതിലൂടെ എന്ത് പറ്റുന്നു, ആ നൈട്രജൻ NaCN ആയിട്ടും സൾഫർ Na2S ആയിട്ടും പോകുന്നു. പിന്നെ ആ ഹാലജൻസിന്റെ ടെസ്റ്റിങ്ങിൽ എന്താണ് ഇത് കയറി ഇന്റർഫിയർ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നൈട്രിക് ആസിഡ് ഇട്ടിട്ട് നൈട്രജനെ സൾഫറിനെ കളയാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ അതുകൊണ്ട് നൈട്രിക് ആസിഡ് ഇടുന്നത്. ഓക്കെ, explain the reason for the fusion of an organic compound with metallic sodium for testing nitrogen, sulfur and halogens. അപ്പൊ നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞതാണ്, നമുക്കറിയാം ഓർഗാനിക് കോമ്പൗണ്ട്സിന് എന്താണ് കോവാലന്റ് ബോണ്ട് ആണുള്ളത്. അപ്പൊ നമ്മൾ സോഡിയമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഈ കോമ്പൗണ്ട് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. അപ്പൊ നമുക്ക് കോവാലന്റ് കോമ്പൗണ്ടിനെ അയോണിക് കോമ്പൗണ്ട് ആക്കാൻ വേണ്ടിയാണ് എന്ത് ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കുന്നത്. Name a suitable technique of separation of the components from a mixture of calcium sulfate and camphor. കാൽസ്യം സൾഫേറ്റും ക്യാംഫറിനെ നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ചോദിക്കാം. നമുക്കറിയാം ക്യാംഫർ എന്നാണ് സബ്ലിമേഷൻ. ഇപ്പൊ സബ്ലിമേഷൻ വഴി നമുക്ക് കാൽസ്യം സൾഫേറ്റിനെയും ക്യാംഫറിനെയും നമുക്ക് അടുത്ത് എക്സ്പ്ലെയിൻ വൈ an organic liquid vaporizes the temperature below its boiling point in steam distillation. അപ്പൊ സ്റ്റീം ഡിസ്റ്റലേഷനിൽ നടത്തുന്ന സമയത്ത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് അതിന് ബോയിലിംഗ് പോയിന്റ് താഴെ ഉള്ള ടെമ്പറേച്ചറിൽ എന്തുകൊണ്ട് ബോയിൽ ചെയ്യുന്നു. അപ്പൊ നമ്മൾ കഴിക്കാൻ നമ്മുടെ ഒരു കണ്ടെയ്നറിൽ നമ്മുടെ മിക്സർ ഉണ്ട്, ഈ ഒരു ടീം കൊണ്ടുള്ളത്. അപ്പൊ അത് സ്റ്റീം ഡിസ്റ്റലേഷൻ നടത്തുമ്പോൾ നമുക്ക് ഒരു സാധനത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വൽ ആവുന്ന സമയത്താണ് ഒരു സാധനം ബോയിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ കണ്ടെയ്നർ നോക്കുകയാണെങ്കിൽ സ്റ്റീം ഡിസ്റ്റലേഷൻ നടത്തുന്ന സമയത്ത് ഇവിടെ ആരുടെയൊക്കെ വേപ്പർ ഉണ്ട്, നമ്മുടെ വാട്ടർ വേപ്പറിന്റെ വേപ്പർ പ്രഷർ ഉണ്ട്, നമ്മൾ P1 ആയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ട സെപ്പറേറ്റ് ചെയ്യേണ്ട കമ്പോണന്റ് വേപ്പർ പ്രഷർ P2 ആയിട്ട് എടുക്കാം അല്ലേ. അപ്പൊ ഇതിന് മേലെ ഈ രണ്ട് വേപ്പർ ഉണ്ട്, അത് രണ്ടും വേപ്പർ പ്രഷറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഈ രണ്ടിന്റെയും കൂടെ വേപ്പർ പ്രഷറിന്റെ സം അറ്റ്മോസ്ഫിയർ പ്രഷർ Pn ഈക്വൽ ആകുമ്പോഴാണ് ഇത് ബോയിലിംഗ് നടക്കുന്നത്. അപ്പൊ അത് ആ സമയത്ത് നമ്മുടെ P2 എന്ന് പറയുന്നത് എന്തായിരിക്കും, എന്തായാലും Pനേക്കാളും കുറവായിരിക്കും. കാരണം P1 പ്ലസ് P2 ആണ് Pന് ഈക്വൽ ആയത്. അപ്പൊ എന്തുകൊണ്ടും അതിന്റെ നോർമൽ ബോയിലിംഗ് പോയിന്റിന് താഴെ ആയിരിക്കും ഇത് ബോയിൽ ചെയ്യും. ഓക്കെ, 29th question. Will silver nitrate give reason for your answer? അപ്പൊ CCl4 AgCl ആയിട്ട് ഹീറ്റ് സിൽവർ നൈട്രേറ്റ് തരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. കാരണം ഇവിടെ തരത്തില്ല, കാരണം നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കുന്നതാണ് കോമ്പൗണ്ട് ആക്കാൻ വേണ്ടിയാണ്. സിൽവർ എന്ന് പറയുന്ന സിൽവർ നൈട്രേറ്റ് ആയിട്ട് ഹീറ്റ് ചെയ്താൽ നമുക്ക് AgCl തരത്തില്ല. ഓക്കെ, why is a solution of potassium hydroxide used to absorb calcium dioxide? Sorry, carbon dioxide ഓർഗാനിക്. അപ്പൊ കാർബൺ എസ്റ്റിമേഷൻ സമയത്ത് നമ്മൾ കാർബൺ എന്താണ് CO2 ആക്കി മാറ്റുന്നു, അതിനെ നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചാണ് അബ്സോർബ് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ എന്തിനാണ് അത് ഉപയോഗിക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒരു ബേസും ആണ്. അപ്പൊ എന്ത് വരുന്നു അവിടെ ബേസിക് സബ്സ്റ്റൻസ് ആയ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അസിഡിക് സബ്സ്റ്റൻസ് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താണ്, നമുക്ക് അവിടെ വാട്ടർ കിട്ടും. അപ്പം ബേസിക് സാധനം ആയതുകൊണ്ടാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചത്. അസിഡിക് സബ്സ്റ്റൻസ് ആയ കാർബൺ ഡയോക്സൈഡ് റിയാക്ട് ചെയ്ത് അവിടെ ഇൻക്രീസിങ് മാസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ കാർബൺ ഡയോക്സൈഡ് എത്ര ഉണ്ടായി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് അങ്ങനെയാണ്. ഓക്കെ, why is it necessary to use acetic acid and not sulfuric acid for the acidification of sodium extract for testing sulfur by lead astage solution? lead astage ടെസ്റ്റ് നമ്മൾ സൾഫറിനെ ലെഡ് സൾഫൈഡ് ആക്കി മാറ്റുന്നില്ലേ, ആ ടെസ്റ്റിൽ നമ്മൾ അസിറ്റിക് ആസിഡിന് പകരം എന്തുകൊണ്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നില്ല അസിഡിഫൈ ചെയ്യാൻ, അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് ഉപയോഗിക്കാത്ത കാരണം എന്ന് വെച്ചാൽ അസിറ്റിക് ആസിഡ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചാൽ H2SO4 ഉപയോഗിച്ചാൽ കോമൺ അയോൺ എഫക്റ്റ് വഴി അവിടെ ലെഡ് സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പക്ഷെ നമുക്ക് വേണ്ട എന്താ, നമുക്ക് വേണ്ട റിയാക്ഷനിൽ ലെഡ് സൾഫൈഡ് ആണ് നമുക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടേണ്ടത്. അപ്പൊ അതിനു മുമ്പേ ലെഡ് സൾഫേറ്റ് പ്രസിപ്പിറ്റേഷൻ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ അസിറ്റിക് ആസിഡിന് പകരം സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാതെ. ഓക്കെ, 32ാമത്തെ ക്വസ്റ്റ്യൻ. An organic compound contains 69% of carbon and 4.8% hydrogen. കാർബണിന്റെയും ഹൈഡ്രജന്റെയും
പെർസെന്റേജ് തന്നിട്ടുണ്ട്. ബാക്കി ഓക്സിജൻ ആണെന്ന് പറയുന്നു. ഇവിടെ ഉണ്ടാവുന്ന കാർബൺ ഡയോക്സൈഡിന്റെയും വാട്ടറിന്റെയും എമൗണ്ട് കാൽക്കുലേറ്റ് ആണ് പറയുന്നത്. എടുത്തേക്കുന്ന ഓർഗാനിക് കമ്പൗണ്ട് എമൗണ്ട് 0.2 ഗ്രാം ആണ്. അപ്പൊ മാസ് ഓഫ് കാർബൺ നമുക്ക് കൂട്ടിയാൽ എന്താ വരിക? 69/100 ഇൻറ്റു നമുക്ക് തന്നേക്കുന്ന കോമ്പൗണ്ട് ഇത്ര 0.2 ഗ്രാം ഓഫ് കോമ്പൗണ്ട് ആണ് തന്നേക്കുന്നത്. ഇത്രയാണ് മാസ് ഓഫ് കാർബൺ നമുക്ക് തന്നേക്കുന്നത്. വരുന്നത് എത്രയാണ്? 0.138 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ മാസ് ഓഫ് കാർബൺ നമുക്ക് കിട്ടി 0.2 ഗ്രാമിന്റെ 69%, അതാണ് 0.138 ഗ്രാം. അപ്പൊ നോക്കുക, 12 ഗ്രാം കാർബൺ ആണ് എന്ത് 44 ഗ്രാം CO2 ഉള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ എത്ര കാർബൺ ഉള്ളത്? 0.138 ഗ്രാം ആണ് ഉള്ളത്. അപ്പൊ 0.138 ഗ്രാം എത്ര CO2 ആയിരിക്കും ഉണ്ടാവുക? 44/12 ഇൻറ്റു 0.138 വരും. ഇതിന്റെ ആൻസർ നമുക്ക് 0.506 ഗ്രാം എന്ന് വെച്ചാൽ നമുക്കിവിടെ 0.506 ഗ്രാം ഓഫ് CO2 ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി ഹൈഡ്രജന്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കാം. മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 4.8/100 ഇൻറ്റു 4.8% തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ 4.8% ഓഫ് 0.2 എന്ന് പറയുന്നത് 0.0096 ഗ്രാം എന്ന് കിട്ടും. അപ്പൊ നോക്കാം, 2 ഗ്രാം ഹൈഡ്രജൻ ആണ് ഇവിടെ ഉള്ളത്, 18 ഗ്രാം വാട്ടറിലുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ 0.0096 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ എത്ര വാട്ടർ ഉണ്ടാവും? 18/2 ഇൻറ്റു 0.0096 എന്ന് വെച്ചാൽ 0.86 gram of water. 5 gram of an organic compound was treated according to Gelder's method. The ammonia evolved was absorbed in 50 ml of 0.5 molar H2SO4. നമുക്ക് ആദ്യം ഉപയോഗിച്ചിരുന്ന സൾഫ്യൂരിക് ആസിഡിന്റെ ടോട്ടൽ വോളിയം നമുക്ക് തന്നിട്ടുണ്ട് എത്ര? V. അത് നമുക്ക് V ആയിട്ട് എടുക്കാം. V എന്ന് പറയുന്നത് 50 ml ആണ്. അതിന്റെ മൊളാരിറ്റി നമുക്ക് തന്നേക്കുന്നത് 0.5 മോളാർ ആണ്. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് 0.5 ഗ്രാം ആണ്. ഓക്കെ, ദ റെസിഡ്യൂൽ ആസിഡ് റിക്വയർഡ് എന്ന് വെച്ചാൽ നമ്മൾ NH3 ആയിട്ട് റിയാക്ട് ചെയ്തതിന് ശേഷം ബാക്കി വന്ന ആസിഡ് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നമുക്ക് 60 ml 0.5 മോളാർ സൊല്യൂഷൻ NaOH വേണ്ടി വന്നു. ഓക്കെ, അപ്പം ഫൈൻഡ് ദ പെർസെന്റേജ് കോമ്പോസിഷൻ ഓഫ് നൈട്രജൻ. അപ്പൊ നമുക്ക് ആദ്യം ഒരു എമൗണ്ട് ഓഫ് H2SO4 ഉണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്ത് പോയി. അപ്പൊ ബാക്കി എത്ര റിയാക്ട് ചെയ്യുന്നു, റിയാക്ട് ചെയ്യാണ്ട് കിടപ്പുണ്ട് നമ്മൾ കണ്ടുപിടിക്കാനാണ് NaOH ആയിട്ട് റിയാക്ട് ചെയ്തത്. അപ്പൊ നമുക്ക് ഇവിടെ NaOH ആയിട്ട് റിയാക്ട് ചെയ്ത വോളിയമാണ് 60 അല്ലേ? അപ്പൊ നമുക്കറിയാം 2 ml NaOH 1 ml H2SO4 ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. കാരണം നോർമാലിറ്റി വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ 1 mol H2SO4 ആയിട്ട് 2 mol NaOH റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് പെർസെന്റേജ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കുന്ന റിയാക്ഷൻ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? 14 ഇൻറ്റു റിയാക്ട് ചെയ്ത H2SO4 മോളാരിറ്റി M, അത് ഇൻറ്റു എത്ര എമൗണ്ട് ഓഫ് NH3 ഇവിടെ ഉണ്ടായി, സോറി ഇവിടെ റിയാക്ട് ചെയ്തു, അത് 2 ഇൻറ്റു V - V1/2 ആണ് അല്ലേ? ഡിവൈഡ് ബൈ 1000 എന്തിനാ ഇടുന്നത്? ml നെ ലിറ്റർ ആക്കാൻ വേണ്ടിയാണ്. അത് ഇൻറ്റു M ഇൻറ്റു 100. ഇതാണ് പെർസെന്റേജ് നൈട്രജൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പം 14 ഇൻറ്റു 0.5 ഇൻറ്റു 2 ഇൻറ്റു 50 - 60/2 നമുക്ക് 30 വരും ബൈ 1000 ഇൻറ്റു ആദ്യം നമുക്ക് എത്ര എമൗണ്ട് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് തന്നു? 0.5 വരും അല്ലേ? 0.5 ഇൻറ്റു 100 നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 56% കിട്ടും. അപ്പൊ 56% ഓഫ് നൈട്രജൻ ആണ് ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 34th question. 0.3780 gram of an organic chlorocarbon gave 0.5740 gram of silver chloride in Cayley's estimation. Calculate the percentage of chlorine present in the compound. അപ്പം Cayley's മെത്തേഡ് വഴി ക്ലോറിൻ എസ്റ്റിമേഷൻ ആണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുക. ഇപ്പൊ പെർസെന്റേജ് ഓഫ് ക്ലോറിൻ എന്താ വരും? ക്ലോറിന്റെ മാസ് 35.5, അത് ഡിവൈഡ് ബൈ AgClന്റെ മാസ് നമുക്ക് 143.32 അതാണ് വരിക. അത് ഇൻറ്റു ഉണ്ടായ CLന്റെ മാസ് എത്ര? 0.5740 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എടുത്ത ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് 0.3780, അത് ഇൻറ്റു 100 ചെയ്യും. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 35.9% വരും. ഇതാണ് അവിടുത്തെ ക്ലോറിന്റെ പെർസെന്റേജ്.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 35ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദി എസ്റ്റിമേഷൻ ഓഫ് സൾഫർ ബൈ കേരിയസ് മെത്തേഡ്. സെയിം കേരിയസ് മെത്തേഡ് വഴി സൾഫർ എസ്റ്റിമേഷന്റെ ആണ്. അപ്പോൾ നോക്കാം, നമുക്ക് തന്നേക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് മാസ് 0.468, ഉണ്ടായി ബേരിയം സൾഫേറ്റ് മാസ് 0.668. ഇപ്പൊ പെർസെന്റേജ് സൾഫർ എന്താ വരിക? ഇത്രയും സൾഫറിന്റെ മാസ് 32 ബൈ ബേരിയം സൾഫേറ്റ് മാസ് 233, അത് ഇൻറ്റു ഉണ്ടായ ബേരിയം സൾഫേറ്റ് മാസ് 0.668 ബൈ 0.468 എടുത്ത ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അതിന്റെ 100 ചെയ്താൽ പെർസെന്റേജ് സൾഫർ കിട്ടും. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 19.59%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദി ഓർഗാനിക് കോമ്പൗണ്ട് CH2 ഡബിൾ ബോണ്ട് CH, CH2, CH2, C ട്രിപ്പിൾ ബോണ്ട് CH, the pair of hybridized orbital involved in the formation of C2, C3. So second carbon third carbon തമ്മിൽ നമുക്കൊരു ഈക്വലന്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ട് അല്ലേ? അവിടെ രണ്ട് പൊസിഷൻ ഡബിൾ ബോണ്ട് ആണെങ്കിലും ഫസ്റ്റ് കാർബണിലാണുള്ളത്. നമ്പർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്താൽ ഡബിൾ ബോണ്ട് വരുന്ന ഫസ്റ്റ് പൊസിഷനിലാണ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് നമ്മൾ നമ്പർ ചെയ്താൽ ട്രിപ്പിൾ ബോണ്ട് വരുന്നത് ഫസ്റ്റ് പൊസിഷനിലാണ്. അപ്പൊ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന സമയത്ത് നമ്മൾ ഏതിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതാണ് ചോദ്യം. അപ്പൊ അങ്ങനെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ട് ഈക്വലന്റ് പൊസിഷനിൽ വന്നാൽ നമ്മൾ ഡബിൾ ബോണ്ടിനാണ് പ്രിഫറൻസ് കൊടുക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ C2, C3 എന്ന് പറയുന്നത് സെക്കൻഡ് കാർബൺ, ഇത് തേർഡ് കാർബൺ വരും. അപ്പൊ നോക്കാം അവിടുത്തെ ബോണ്ട് എന്താണ് വരിക? സെക്കൻഡ് കാർബൺ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസ് ആണ്, തേർഡ് കാർബൺ sp3 ഹൈബ്രിഡൈസ്. ഇതാണ് അവിടെ നടക്കുന്ന ഓർഡർ, sp2 sp3. തേർഡ് ഓപ്ഷൻ ആണ് അവിടെ ആൻസർ. 37th question. In the Lessons test for nitrogen in organic compound, the Prussian blue color is obtained due to the formation of. അവിടെ ഉണ്ടാകുന്ന Prussian blue color ഏത് കോംപ്ലക്സ് കാരണമാണോ ഉണ്ടാകുന്നത്? നമുക്കറിയാം ഫെറിക് ഫെറോസൈനൈഡ് അല്ലേ? ഫെറിക് ഫെറോസൈനൈഡ് ഉണ്ടാകുന്നതുകൊണ്ടാണ് അവിടെ Prussian blue color കിട്ടുന്നത്. അത് നമ്മുടെ ഓപ്ഷൻ ബി ആണ്, Fe4 FeCN6 tribes. അതാണ് ഫെറിക് ഫെറോസൈനൈഡ്. 38th question. Which of the following carbocation is most stable? ഏത് കാർബോക്കേറ്റൺ ആണ് ഏറ്റവും സ്റ്റേബിൾ ആണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ CH3 thrice C CH2 plus. സെക്കൻഡ് ഓപ്ഷൻ CH3 thrice C plus. തേർഡ് ഓപ്ഷൻ CH3 CH2 CH2 plus. അപ്പോൾ കൂടെ 4 കാർബോക്കേറ്റൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും സ്റ്റേബിൾ ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ കാർബോക്കേറ്റന്റെ സ്റ്റെബിലിറ്റി പറഞ്ഞാൽ പഠിച്ചാണ്. ടെർഷറി കാർബോക്കേറ്റൻ ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ മീഥൈൽ കാർബോക്കേറ്റൻ. ഇതാണ് നമ്മൾ കാർബോക്കേറ്റന്റെ സ്റ്റെബിലിറ്റി ഓർഡർ പറഞ്ഞത്. പിന്നെ ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ളത് ടെർഷറി കാർബോക്കേറ്റൻ. അപ്പൊ ഇവിടെ ഏതാണ് ടെർഷറി കാർബോക്കേറ്റൻ എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ ഓപ്ഷൻ ബി ആണ് നമുക്ക് ടെർഷറി കാർബോക്കേറ്റൻ ഉള്ളത്. ഓക്കെ, 39th question. The best and latest technique for isolation, purification, separation of organic compounds. ഏറ്റവും നല്ല പ്യൂരിഫിക്കേഷൻ ടെക്നിക്ക് ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്ക് ഓപ്ഷൻസ് തന്നേക്കുന്നത് ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ, സബ്ലിമേഷൻ, ക്രോമാറ്റോഗ്രഫി. ഏറ്റവും ക്രോമാറ്റോഗ്രഫി സബ്സ്ട്രേറ്റിൽ ഐ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഇവിടെ ജസ്റ്റ് അവരുടെ സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെ OH മാറി, OH കയറി, പകരം ഐ ഇറങ്ങി. OH പകരം അയഡൈഡ് അയൺ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ അതാണ് സംഭവിച്ചത്. നോക്കുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നടന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നടന്നത്. നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം OH-ഉം ഐയും അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? OH ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതാണ്. അയഡിൻ എന്ന് പറഞ്ഞാലും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതാണ്. അപ്പൊ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? ന്യൂക്ലിയോഫൈൽ ആയിട്ടാണ് ആക്ട് ചെയ്യുക അല്ലേ? അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഡൗൺ സ്പീഷീസ്, പോസിറ്റീവ് ചാർജിനെ തേടി പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് നടന്നിരിക്കുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്.